സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇൻട്രോയിൽ നിങ്ങൾ കണ്ട പല ടെക്നിക്കുകളും തുടക്കക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് വർക്കൊക്കെ റെഡിയാക്കി പഠിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നുള്ളത് കാണിക്കുന്നത്. ഒരു ആരോഗ്യം കൂടിയ ഒരാൾ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ഒരാൾക്ക് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് ഒരു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഫിസിക്കലി അയാളെ നേരിടുക എന്നുള്ളത് വലിയ റിസ്ക് ആയ കാര്യമാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വലിയ ആളുകളെ ആക്രമിക്കാൻ വന്നാൽ, കിഡ്നാപ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. യുക്തിപരമായിട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഒരാളെ നേരിടാൻ കഴിയാത്ത നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തിപരമായിട്ട് എങ്ങനെ, അയാൾ എത്ര ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ആളാണെങ്കിലും നമുക്ക് അയാളെ കുറച്ച് വീക്ക് പോയിന്റുകൾ ഉണ്ടാവും. അത് ഒരുപാട് മർമ്മസ്ഥാനങ്ങളുണ്ട്. അത്തരം മർമ്മസ്ഥാനങ്ങളിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ പോകുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കണ്ണ് മാക്സിമം അടുത്ത് എത്തിപ്പെടാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ആക്രമിക്കാൻ വരുന്ന ഒരാൾ നമ്മളെ കോളറൊക്കെ ക്യാച്ച് ചെയ്തിട്ട് അടിക്കാൻ വരികയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് അയാളെ ഫേസിനൊന്നും അടിക്കാൻ കഴിയില്ല. നമ്മൾ പേടിച്ചിങ്ങനെ നിൽക്കുന്ന ടൈമാണ്. നമ്മൾ അടിച്ചാൽ അയാൾക്ക് വേദന ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അതിന് പോവണ്ട, അടിക്കാൻ പോവണ്ട, അയാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അയാളെ കണ്ണിൽ കൈയിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ആൾ വിടുകയാണ്. ആ ഒരു ഘട്ടം ഏത് വില്ലനാണെങ്കിലും കണ്ണിൽ കൈയിട്ടാൽ ആളെ കഥ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഇത്തരം സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളാണ്. വീട്ടിലെ ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ്. ക്യാച്ച് ചെയ്യുക, ആ കണ്ണിൽ കൈയിടുക. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കൈയിൻ്റെ ഈ ഭാഗം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിക്കും പഞ്ചും ഒക്കെ പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഭാഗം ഉപയോഗിക്കേണ്ട നിങ്ങൾ കൈയിൻ്റെ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് ആളെ മൂക്കിന് നോസിൽ എന്ത് ചെയ്യുക, നേരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഇത്തരം കാര്യങ്ങൾ. പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കുന്നതിൻ്റെ നമ്മളെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ, ആ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആളെ മൂക്കിന് കയറിയിട്ട് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും. മൂക്കിന് അടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയണം അതൊക്കെ. അതുപോലത്തെ മറ്റൊരു വീക്ക് പോയിന്റ് ആണ് ക്യാച്ച് ചെയ്യുക. ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഇത് കാണുന്നില്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ വന്നിട്ട് എന്ത് ചെയ്യണം, നേരെ അറ്റാക്ക് ചെയ്യാണ്. അടി വരുന്ന സമയത്ത് നമ്മൾ മറ്റേ കൈ ഫ്രീ ആണ്. മൂക്കിന് കണ്ണിനൊക്കെ ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആളെ ഗ്രോയിന് അടിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ കൈ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കാലുകൊണ്ട് കാറ്റി അടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. യുക്തിപരമായിട്ട് അത്തരം കാര്യങ്ങളെ ചെയ്തിട്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് എസ്കേപ്പായി പോവാൻ കഴിയണം. അതല്ലാതെ ചില സ്ഥലത്ത് നമ്മൾ ഓടേണ്ടി വരും, ചില സ്ഥലത്ത് ഒച്ചുണ്ടാക്കിയിട്ട് ആളെ വിളിച്ച് കൂട്ടേണ്ടി വരും. അതൊക്കെ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നിന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ അവിടെ ഫിസിക്കലി നേരിടാൻ, അല്ലെങ്കിൽ 100 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ 100 ആൾക്കാർ ഒരാൾക്ക് തിരിച്ചു ആക്രമിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ആ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ ഫിസിക്കലി അല്ല, അവിടെ മെന്റലി അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. കാണിച്ചൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. അത് മറ്റൊന്നുമില്ല, ഫേസിന് ഒരാൾ നമ്മളെ കയറി വന്ന് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ബ്ലോക്ക് ചെയ്യുക. എങ്ങനെയായാലും ഫേസിന് അടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തടുക്കും, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. ഫേസ് അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നൊരു പാർട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ണ് അടുത്താണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റും. ഫേസിന് അടി കിട്ടിയുള്ള ബുദ്ധിമുട്ട്, കണ്ണിനൊക്കെ കിട്ടിയുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയുന്നത് പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ബ്ലോക്ക് വരും. ആ സമയത്ത് നമ്മൾ കാലൊന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് ആ ബ്ലോക്ക് ചെയ്ത് അതേ കൈ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആളെ കണ്ണിലോ മൂക്കിനോ അടിക്കുക, അല്ലെങ്കിൽ താടിയുടെ അടിഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ തെറിച്ചു പോകും. അതാണ് ടെക്നിക്ക്. സിമ്പിളായിട്ട് കാണിച്ചു തരാം. ബ്ലോക്ക് ചെയ്തു, കയറി, ഉടനെ അതേ കൈ ഉപയോഗിച്ചിട്ട് ആളെ താടിക്ക് കൈ കൊണ്ട് വെച്ചിട്ട് നേരെ തള്ളി കഴിഞ്ഞാൽ ആൾ തെറിച്ചു പോകും. അതാണ് ടെക്നിക്ക്. ഇത്തരം സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊക്കെ ആദ്യം വേണ്ടത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുമാണ്. ആ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.